السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, നമ്മൾ സൂറത്തുൽ മുൽക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ മുൽക്ക് 18 ആയത്ത് വരെ അതിൻ്റെ സൂറത്തുൽ മുൽക്കിൻ്റെ തജ്വീദ് പഠനം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. ഇനി നമുക്ക് ഇൻഷാ അള്ളാഹ് ഇന്ന് അടുത്ത ആയത്ത് പഠിക്കാവുന്നതാണ്. 19ാമത്തെ ആയത്ത് മാത്രമാണ് ഇന്നത്തെ പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى الطير فوقهم أولم يروا إلى الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير. أولم يروا أولم എന്ന് മണിക്കാൻ പാടില്ല. അവലം യറൗ എന്ന് ഓതാൻ പാടില്ല. അവലം യറൗ ഇല ത്വയ്രി ഇല ത്വയ്രി ഇല ത്വയ്രി ഇല ത്വയ് യാ സുകൂൻ അവിടെ ഉച്ചരിക്കേണ്ടത് ഇല ത്വയ്രി. യായെ കട്ടിയാക്കാതെ പെട്ടെന്ന് ഓതിപ്പോകണം. ഇല ത്വയ്രി എന്ന് അവിടെ നീട്ടാനോ ഇല ത്വയ്രി എന്ന് കട്ടിയാക്കാനോ പാടില്ല. ഇല ത്വയ്രി ത്വയാണ് ത്വ മുഴപ്പിച്ചുള്ള ത്വ. ഇല ത്വയ്രി ഫൗഖഹും ഫൗഖഹും ഖാഫ് 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 ഫൗഖഹും صافات ويقبض ഇത് മദ് ലാസിമാണ്. മദ് ലാസിം സൂറത്തുൽ ഫാത്തിഹയിൽ 6 അലിഫ് വരെ നീട്ടണം. മദ് ലാസിം നിർബന്ധമായി നീട്ടേണ്ടതാണ്. അവിടെ മദ് ലാസിം വലദ്ദാല്ലീൻ പോലെ സാഫാത്തിൻ വയഖ്ബിദ് സാഫാത്തിൻ വയഖ്ബിദ്. ഇവിടെ 6 അലിഫ് നീട്ടണം. മദ് ലാസിം. കാരണം ശേഷം വന്നിരിക്കുന്നത് ഷദ്ദാണ്. 6 അലിഫ് صافات يقبض قاف قلقلة വയഖ്ബിദ്. അവിടെ വാദിനെ കൽക്കല ചെയ്യരുത്. വയഖ്ബിദുന് എന്നൊന്നും ഓതാൻ പാടില്ല. നൂനുണ്ട് ഇവിടെ അവസാനം ഈ കാണുന്നത് നൂനാണ്.
അതായത് വാദ് ഉച്ചരിക്കപ്പെടുകയും വേണം, എന്നാൽ അത് യഖ്ബിദു എന്ന് ഖൽഖല ആവാനും പാടില്ല. നൂൻ ഉച്ചരിക്കപ്പെടുകയും വേണം. സുക്കൂൻ കൊടുത്ത് വേണം നൂനി നിർത്താൻ. സാഫാത്തി വയഖ്ബിദ്. മാ യുംസികുഹുന്ന, അവിടെ നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. മാ യുംസികുഹുൻ, യും എന്ന് മീമിനെ മണിക്കാൻ പാടില്ല. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, ഇല്ലർ റഹ്മാൻ, ഇല്ലർ റഹ്മാൻ, ഇല്ലർ റഹ്മാൻ. ഹ തൊണ്ടയുടെ നടുക്ക് നിന്നും ഇല്ലർ റഹ്മാൻ. ഇവിടെയും നൂനിനെ മണിക്കുകയും കട്ടിയാക്കുകയും വേണം. ഇന്നഹു ബികുല്ലി, ബികുല്ലി അവിടെ ലാമിനെ കട്ടിയാക്കുക, മണിക്കാൻ പാടില്ല. ബികുല്ലി എന്നല്ല. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഇവിടെയും യാ കട്ടിയാക്ക്, ഷെയ് എന്ന് കട്ടിയാക്കാൻ പാടില്ല, ഷെയ് എന്ന് നീട്ടാനും പാടില്ല. വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് ഇവിടെ ഈ കാണുന്ന തൻവീനിന് ശേഷം ബാ വന്നു, ബാ ബാ. അപ്പോൾ ഇഖ്ലാബ്, ഇഖ്ലാബ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇഖ്ലാബ് എന്താണെന്ന്. ഇഖ്ലാബ് തൻവീന് ശേഷം ബാ വന്നപ്പോൾ ഈ തൻവീൻ മീമായിട്ട് മറിച്ച് മണിക്കും. അതിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഷൈഇൻ ബസീർ, ബസീർ. സ്വാദ്, സ്വാദ്, സ്വാദ് മുഴപ്പിച്ച് സ്വാദ്. റ നേരിയ രീതിയിൽ സുക്കൂൻ കൊടുത്ത് നിർത്തണം. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഇനി ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى الطير فوقهم صافات ويقبض ما يمسكهن إلا الرحمن إنه بكل شيء بصير. ഇവിടെ ഫാക്ക് ശബ്ദമുണ്ട്, ഫായ കട്ടിയാക്കണം. അതുപോലെ തന്നെ ഇല്ലർ റോയെ മണിക്കരുത്. ഇല്ലർ റഹ്മാൻ എന്നല്ല, ഇല്ലർ റഹ്മാൻ എന്ന് വേണം ഉച്ചരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.